ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തകർച്ച കണ്ട്, അവരുടെ പതർച്ച കണ്ട്, അത് കണ്ട് ആസ്വദിച്ച് ആഹാ എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ഞാൻ അങ്ങനെ വിളിക്കാറില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിലെങ്കിലും അത് ആവശ്യമായിരുന്നു എന്ന് പറയാറുണ്ട്. അത് അവർ ചെയ്തു വെച്ച ആ പ്രവൃത്തിയുടെ ഫലം. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയ, അവരുടെ കുടുംബത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധി ഘട്ടമാകട്ടെ അവരായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അതിൽ എന്തുകൊണ്ടാണ് നമുക്ക് ആ പ്രതിസന്ധി ദുഃഖിക്കാൻ ഒരു അവസരം തരുന്നില്ല, അതിലൂടെ സഹതിപ്പിക്കാൻ ഒരു അവസരം തരാത്തതെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ 7-8 വർഷത്തെ ഭരണം തന്നെയാണ്. അതിന് മുമ്പുള്ള ഭരണമല്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വളരെ നല്ല ഒരു പ്രതിപക്ഷമായിരുന്ന ഒരു പിണറായിയെ നമുക്കറിയാം. ഉമ്മൻചാണ്ടിയുടെ ഭരണമൊക്കെ അതുകൊണ്ടാണ് അത്ര മനോഹരമായി പോയത്. എന്നാൽ അതിനുശേഷം വളരെ ധിക്കാരപൂർവ്വം പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞ 8-9 വർഷമായി കേരളത്തിലെ സാധാരണക്കാരുടെ സാമ്പത്തികാവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിടുത്തം വിട്ട് നിൽക്കുകയാണ്. ഇടയ്ക്ക് ഡയലോഗ് അടിക്കുന്നത് കേട്ടു, ഇവിടെ സഹകരണ മേഖലയിലുള്ള ബാങ്ക് അല്ലെങ്കിൽ മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളൊന്നും കിടപ്പാടം വീട് ഒരു കാരണവശാലും ജപ്തി ചെയ്യരുത്, അത് ഒഴിവാക്കിയിട്ട് ചെയ്യണമെന്നൊക്കെ നിർദ്ദേശം കൊടുത്തു എന്ന് കേട്ടു. പക്ഷെ അതൊക്കെ വാക്കും പഴഞ്ചാക്കും എന്ന് പറഞ്ഞതുപോലെ അങ്ങോട്ട് ഒലിച്ചുപോയി. അതിനുശേഷവും ജപ്തി ഉണ്ടായി. ആ ജപ്തി തുടർന്ന് ചിലർക്ക് ആത്മഹത്യ ചെയ്തു. സഹകരണ മേഖലയിൽ ഇന്നും ജപ്തി വീടും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിലെ 3.5 കോടിയിൽ സാധാരണക്കാരായ ബഹുഭൂരിപക്ഷത്തിന്റെ സാമ്പത്തിക നില തകർത്തതിന്റെ ഉത്തരവാദിത്വം സഖാവ് പിണറായി വിജയന് ആയതുകൊണ്ടാണ്, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആയതുകൊണ്ടാണ് അത്ര വലിയൊരു സഹതാപം തോന്നാത്തത്. അപ്പൊ ചോദിക്കും, വികസനം ഉണ്ടായില്ലേ? നിങ്ങൾ നേരത്തെ വികസനത്തിന്റെ കാര്യം പറഞ്ഞില്ലേ എന്ന്. അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് സ്കൂള്, ആശുപത്രികൾ, മറ്റു റോഡുകൾ, അങ്ങനെ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഇതൊക്കെ അനുഭവിക്കേണ്ട സാധാരണ ജനം ഇവിടെ ജീവിക്കണ്ടേ? അവന് ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമില്ല. അപ്പോൾ ഈ ഭരണം എന്ന് പറയുന്നത് ദുരിതമായിരുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത്. അതുകൊണ്ടാണ് ഇവരുടെ ഇന്നത്തെ ഈ അവസ്ഥയിൽ നമുക്ക് സഹതപിക്കാൻ അത്ര കണ്ട് അങ്ങോട്ട് പറ്റാത്തത്. ഇവിടെ മകളെ വീണ വിജയനെ രക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടത്തിലാണ്. ഇതുവരെ കോടതിയിൽ സ്റ്റേ ഉണ്ടായിരുന്നു. CMRൽ അതുപോലെ എക്സാലോജിക് കേസ് കോടതിയിൽ സ്റ്റേ ഇങ്ങനെ ഭദ്രമായി ഒരു പിടിവള്ളിയായി നിൽക്കുകയാണ്. ആ പിടിവള്ളി നീതി സംരക്ഷകനോടൊപ്പം പടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ അത് വലിയൊരു കാളകൂട വിഷയമായി മണ്ടയ്ക്ക് വന്നൊരു ഒറ്റ അടി അടിച്ചുകൊണ്ടിരിക്കുക. ആ വിഷയമാകട്ടെ അന്നത്തേനേക്കാൾ 10 മടങ്ങ് ശക്തരൂപം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയാനും വയ്യ. പിന്നെ ഇതിനിടയിൽ ഇതുവരെ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ പിണറായിയെ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ കുറേശ്ശെ കാലെടുത്ത് വെച്ച് പിടി മുറുക്കിക്കളയാം, കുറച്ച് സീറ്റൊക്കെ ഉണ്ടാക്കി വേറെ ഉറപ്പിക്കാം എന്ന ഒരു കേന്ദ്ര നയം, BJPന്റെ ഒരു കേന്ദ്ര നയം ഉണ്ടായിരുന്നു. ആ നയം കൊണ്ട് കുറച്ചൊക്കെ പിണറായി രക്ഷപ്പെട്ട് പോന്നിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ആ നയവും ഇപ്പോൾ കേന്ദ്രം ഉപേക്ഷിച്ച മട്ടാണ്. കഴിഞ്ഞ കുറച്ചു നാളത്തെ BJPയുടെ പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ CPMനെ അടിച്ച് തകർത്തുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഒരു സംരക്ഷണവും പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ വീണ വിജയനെതിരെയുള്ള ഈ SFIയുടെ കേസ് ഒരു വലിയ ഒരു കീറാമുട്ടിയായിരിക്കും, ഒരു ഭാരമായിരിക്കും, ഒരു പക്ഷേ അകത്തു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും എന്നാണ് തോന്നുന്നത്. ഷോൺ ജോർജ് അങ്ങനെയാണ് സംഹാര താണ്ഡവമാടുന്ന ഒരു വ്യക്തിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുന്ന സ്വപ്നങ്ങൾക്കെല്ലാം ജയിലഴികളുടെ ഒരു ചിത്രം കൂടി ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് എന്നാണ് തോന്നുന്നത്. SFIയെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നടപടികൾക്കുമുള്ള ആ തടസ്സം നീങ്ങിക്കഴിഞ്ഞു. വീണ വിജയനെ സംബന്ധിച്ചിടത്തോളമുള്ള ആ പിടിവള്ളി നീങ്ങിക്കഴിഞ്ഞ നിലയ്ക്ക് SFIO ഇനി ഏത് നിമിഷവും കൂച്ചുവലങ്ങുമായി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് പിണറായിയുടെ ആശങ്ക. കാര്യം ഒരു ആ മകളെ ജയിലിലേക്ക് വിടേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്കയാണ്. 10 വർഷം വരെ തടവ് ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പുകൾ ചുമത്തുമ്പോൾ ഞാൻ ഊരിപ്പിടിച്ച വാളിന്റെ നടുവിലൂടെ സധൈര്യം നടന്നവനാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ഉണ്ടല്ലോ, അതൊക്കെ മറന്നു വെച്ച് തൽക്കാലം മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം ഈ വയസ്സാം കാലത്ത് ചിലരൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ യുക്തിവാദികൾ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തവർ, അവരൊക്കെ അവരുടെ ജീവിതത്തിന്റെ അവസാന കാലത്ത് ഒരു പക്ഷേ അല്ലെങ്കിൽ പ്രതിസന്ധി കാലത്തൊക്കെ ഈശ്വരനെ അറിയാതെ വിളിച്ചു പോകുമെന്ന് പറയുന്നത് പോലെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ഈശ്വരനെ കാണാൻ അല്ലെങ്കിൽ ഈശ്വരനെ സമീപിച്ചേക്കാം എന്ന് കരുതി എന്നാണ് തോന്നുന്നത്. ഈശ്വര വിശ്വാസത്തെക്കാൾ വലുതാണ് തങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്നുള്ള ആ വാദമൊക്കെ തൽക്കാലം ഉപേക്ഷിച്ച മട്ടാണ്. അല്ല, ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് മകളും ഭാര്യയും കഴിഞ്ഞ ദിവസം തഞ്ചാവൂർ ബൃഹദേശ്വരി ക്ഷേത്രത്തിൽ ഭഗവാൻ പരമശിവനെ കാണാൻ പോയത്. ക്ഷേത്രത്തിന് ശ്രീകോവിലിനുള്ളിൽ കയറി ശിവഭഗവാന് മുന്നിൽ തങ്ങളുടെ സങ്കടമെല്ലാം ഇറക്കി വെച്ച് അവിടെ നിന്ന് പ്രസാദവും വാങ്ങി കുറിയും തൊട്ട് ഇറങ്ങി വരുന്ന വീണ വിജയന്റെയും അമ്മയുടെയും വീഡിയോ മറുനാടനിലെ മുൻ ജീവനക്കാരി ശീതളാണ് പകർത്തിയത്. നിമിഷ നേരം കൊണ്ടാണ് ആ വീഡിയോ വൈറലായത്.
ചില സൈബർ സഖാക്കളെങ്കിലും പറയുന്നുണ്ട് അത് അവിടെ ക്ഷേത്രം കാണാൻ വന്നതാണ്. ശരിയാണ്, ആ ക്ഷേത്രത്തിൽ ധാരാളം ആൾക്കാർ ജാതി മത ഭേദമന്യേ ക്ഷേത്രം സന്ദർശിക്കാൻ വരാറുണ്ട്. കാരണം അത്തരത്തിലാണ് ആ ക്ഷേത്രത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ആ കൊത്തുപണികളും അതിന്റെ ഒരു നിർമ്മാണ രീതിയും ഒക്കെ ആ രീതിയിലാണ്. പക്ഷെ അവരാരും തന്നെ ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് കയറി പോകില്ല. ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ടെങ്കിൽ അത് ഭക്തിപൂർവ്വം ഭഗവാന്റെ മുന്നിൽ തന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ തന്നെയാണ് പോകുന്നത്. അങ്ങനെ പോയി അവിടെ നിന്ന് നിവേദ്യവും കഴിച്ച് അങ്ങനെ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ആ ഭക്തി ഒരു ഭക്തിയായിരുന്നോ അതോ കപട ഭക്തിയായിരുന്നു എന്നാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഭക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ ആ കുറി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ മാച്ചു കളയേണ്ട ആവശ്യമൊന്നുമില്ല. ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് പിന്നെ സെൽഫി എടുക്കുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ആ കുറിയില്ല. ഇറങ്ങി വരുമ്പോൾ കുറിയുണ്ട്, പക്ഷെ പിന്നീട് ആ കുറി കാണാനില്ല. അതിനർത്ഥം താൻ ഇവിടെ വന്നത് ആരും അറിയരുത് എന്നാണ്. എന്തോ ശീതളിന്റെ മുന്നിൽ ചെന്ന് പെട്ടു, ഇനി അറിയാൻ ആരും ഇല്ല. ഇത് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ ജനങ്ങൾ ഇത്തരത്തിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു SFIയുടെ മുന്നിൽ പിണറായി വിജയൻ എന്ന കേരളത്തിലെ കരുത്തനായ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ പകച്ചു നിൽക്കുകയാണെങ്കിൽ 10 വർഷം അകത്തു പോകേണ്ടി വരും എന്നുള്ള ഒരു ചിന്തയിൽ പകച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ സാധാരണക്കാരായ ബഹുഭൂരിപക്ഷവും ഈ പകച്ചു നിർത്തം തുടങ്ങിയിട്ട് എന്ത് ചെയ്യും, എങ്ങോട്ട് പോകണം, എങ്ങനെ ജീവിക്കും എന്ന പകച്ചുനോട്ടം തുടങ്ങിയിട്ട് കാലം കുറയായി. ഇപ്പോഴെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി അതൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ നന്നാവും എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. Different angles. Don't forget to subscribe and support this channel.